പ്രിയങ്കാ ഗാന്ധിയെ വാനോളം പുകഴ്ത്തി നടക്കുന്ന വാർത്ത നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഇടതുവിരുദ്ധ മനോരോഗം ബാധിച്ചിട്ടുള്ള ഒരു മാപ്രയുടെ നിലവിളി കേൾക്കുന്നത്. നിലവിളിയും ആ വാർത്തയും എന്താണെന്ന് നമുക്കൊന്ന് കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ബിഗ് ബ്രേക്കിംഗ്. ജി സുധാകരനുമായി KC വേണുഗോപാൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. ജി സുധാകരന്റെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച. ഇപ്പോൾ സുധാകരനെ KC വേണുഗോപാൽ കാണുന്നു. ഈ കൂടിക്കാഴ്ച രാഷ്ട്രീയമായി പ്രസക്തമാകുന്നത് ജി സുധാകരൻ ഇപ്പോൾ പാർട്ടിയുമായി അകന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി ജി സുധാകരനെ അകറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ KC വേണുഗോപാൽ ജി സുധാകരൻ കൂടിക്കാഴ്ച നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത് പ്രസക്തമാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇതാ KC വേണുഗോപാൽ പുറത്തു വരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് അറിയേണ്ടതുണ്ട്. ജി സുധാകരനും ഒപ്പം പുറത്തുണ്ട്. മാപ്ര ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്. ഇതാ KC വേണുഗോപാൽ സുധാകരനെ കാണാൻ വന്നിരിക്കുന്നു, രഹസ്യ കൂടിക്കാഴ്ച, ഇതാ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് വലിയവായി നിലവിളിക്കാനാണ് മാപ്ര വന്നത്. എന്താണ് KC വേണുഗോപാൽ പറയുന്നതെന്ന് നോക്കാം. ഞങ്ങൾ സൗഹൃദ സന്ദർശനം, അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടക്കായിരുന്നു പറഞ്ഞു. സൗഹൃദ സന്ദർശനം മാത്രം. രാഷ്ട്രീയമായിട്ട് എതിർപ്പ് ഉണ്ടെങ്കിലും സൗഹൃദമുണ്ട്. അപ്പോൾ ഇന്നൊന്ന് അദ്ദേഹത്തെ കാണാൻ വന്നു, അത്രേ ഉള്ളൂ. സൗഹൃദ സന്ദർശനം എന്ന KC വേണുഗോപാൽ ജി സുധാകരനെ കണ്ട ശേഷം നടത്തിയ പ്രതികരണം സൗഹൃദ സന്ദർശനം മാത്രമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരുവരും ആലപ്പുഴയിലെ നേതാക്കൾ, അത് സ്വാഭാവികവുമാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ജി സുധാകരൻ, അതുകൊണ്ട് അദ്ദേഹം വിശ്രമിക്കുന്നു. ആ വിശ്രമത്തിനിടയിൽ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടതാണ് എന്നാണ് KC വേണുഗോപാൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് പോലെ ഒരു സൗഹൃദ സന്ദർശനമാകാനുള്ള സാധ്യത തന്നെയാണ്. നല്ല കാര്യമുണ്ടോ മാപ്രേ ഇങ്ങനെ കരയേണ്ടത്? എന്തൊരു ആവേശമായിരുന്നു. ഇനി ശ്രീ ജി സുധാകരൻ സഖാവ് കൂടെ പറയുന്നുണ്ട്, അതുകൂടെ വാങ്ങിച്ചെടുത്തോ. നല്ല ബേക്ഷായി തന്നെ പറയുന്നുണ്ട്. അത് മുഴുവനും കേട്ടിട്ടേ പോകാവുള്ളൂ കേട്ടോ മാപ്രേ. നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. അദ്ദേഹം ഇവിടെയുണ്ട്. അസുഖവുമായി ബന്ധപ്പെട്ട സന്ദർശനം തന്നെയായിരുന്നു KCയുടെ സന്ദർശനം. KC എനിക്ക് സുഖമില്ലായിരുന്നപ്പം വന്നിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ വന്നു. അതായത് പഴയ സുഹൃത്തല്ലേ. KC ആയിട്ടൊന്നും രാഷ്ട്രീയം പറയാനാ. KC CPM-ലേക്ക് വരുമോ? അയാൾ CPM-ലേക്ക് വരുമോ? അദ്ദേഹം വരുമോ? ഇല്ലല്ലോ. പിന്നെന്താ രാഷ്ട്രീയം പറയാം? ഇന്ന് രാവിലത്തെ പരിപാടിയിൽ നിന്ന് മാറിയത് ഏത് പരിപാടിയാണ് നിങ്ങൾ പറയുന്നത്? ചന്ദ്രികയുടെ ക്യാമ്പയിനായിട്ട് അവർ രാജ്യത്ത് നടത്തുന്ന ക്യാമ്പയിനല്ലേ, അത് നമുക്കെന്താ നടത്തി കേട്ടോ. KC വേണുഗോപാലുമായുള്ളത് തികച്ചും സൗഹൃദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നോ? ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ എത്തിയില്ല. ഇവരോട് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല? ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? കേട്ടില്ല. കേൾക്കണം. ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹോദരി. ഈ ഓവർ സ്മാർട്ട് ആവല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സുഖമില്ല കിടന്നപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം എൻ്റെ ഇത് നോക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, അതിനു വേണ്ടി വന്നതാണ്. ഞങ്ങൾ എത്രയോ കാലം അസംബ്ലിയിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. എന്താ പ്രശ്നം? നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ലേ? അവിടെ ഒരാളെ കാണാൻ വരുന്നത്, ആരെല്ലാം കാണാൻ വരത്തില്ലേ? അതിന് രാഷ്ട്രീയ ഭേദം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അതാണ് ചോദിച്ചത്. എല്ലാം പറഞ്ഞ് കേട്ടതിന് ശേഷം പിന്നെയും ചോദിക്കാൻ എന്തിനാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വാർത്തകളൊന്നും തോന്നല്ലേ? വാർത്താ ദാരിദ്ര്യം ഉണ്ടോ? ഉറപ്പാ. അല്ല, എന്തായാലും സൗഹൃദ സന്ദർശനമാണെങ്കിൽ ഇവിടെ വന്നു. ഉറപ്പല്ലേ? ആരെല്ലാം എന്നെ കാണാൻ വന്നു സുഖമില്ലായിരുന്നപ്പോ. ഇവിടെ വിവിധ പാർട്ടികളിൽപ്പെട്ടവർ വന്നു. മനസ്സിലായില്ലേ? ഇത് സ്വാഭാവികമല്ലേ. 10-22 വർഷമായി പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ, ഇപ്പോഴും ഉണ്ടല്ലോ. മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളല്ലേ ഒഴിഞ്ഞുള്ളൂ. അതായത് പാർട്ടി സ്ഥാനങ്ങളല്ലേ, അത് മാനദണ്ഡമല്ലേ, ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചതല്ലേ. പക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ. സമ്മേളനങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലും. ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല, എല്ലാം ആയിക്കോളും. സാറേ, ഒരു കാര്യം, അതായത് ഈ BJP നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് സാറ് അസ്വസ്ഥനാണ്, അതൃപ്തനാണ്. അവരിങ്ങനെ ഇന്നലെ ബിപിൻ സി റാവു പോയപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം BJP സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതമായ എന്തെങ്കിലും സാറിന്റെ പേര് പറഞ്ഞു തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ K. സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്? അതിന് ഞാൻ സമാനം പറയണമല്ലേ? K. സുരേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനാണോ സമാനം പറയണ്ടേ? അതെന്ത് പത്രധർമ്മോ? അതെനിക്ക് മനസ്സിലായില്ല. അത് ഞാനെന്താണ് സമാനം പറയുന്നു? എന്റെ പേര് ആരെല്ലാം ലോകത്ത് പറയുന്നുണ്ട്? പൊതുപ്രവർത്തകരല്ലേ. അതിനെന്താ സമാനം പറയുന്ന രീതി നമുക്കില്ലല്ലോ. ഞാൻ ഒന്നാമതേ ഇപ്പോൾ അധികമൊന്നും പ്രതികരിക്കാതെ പോലുമില്ല. K. സുരേന്ദ്രൻ പറഞ്ഞു. സാറിന്റെ പാർട്ടിയിലുണ്ടായിരുന്ന ബിപിൻ സി റാവു ആണ് അത് പറഞ്ഞത്. ഇപ്പോൾ
സാറും അസ്വസ്ഥനാണെന്ന് അത് അയാൾ പറഞ്ഞ് ഞങ്ങൾ കേട്ടില്ലേ? ഞാൻ അസ്വസ്ഥനാണെന്ന് അയാൾ പറഞ്ഞില്ല. അങ്ങനെ അയാൾ പറഞ്ഞില്ല. ഞാൻ അസ്വസ്ഥനാണെന്ന വാക്ക് അയാൾ പറഞ്ഞിട്ടില്ല. അത് ഭേദഗതി ചെയ്ത് പറയുക. അസംതൃപ്തര് പാർട്ടിയിൽ ഇനി ഒരുപാട് ഉണ്ട് ആലപ്പുഴയിൽ. അതിന് ഞാനെന്ത് വേണമെന്ന് നിങ്ങൾ അസംതൃപ്തരെ പോയി കാണുക. എനിക്കെന്തിൻ്റെ അസംതൃപ്തിയാണ്? ഞാൻ നിങ്ങളുടെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരുടെ രീതിയോട് പൂർണ്ണമായി വിയോജിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് വസ്തുതകളൊന്നുമല്ല അറിയേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്ത കൊടുക്കണം. എനിക്ക് അസ്വസ്ഥത ഉണ്ടാവേണ്ട എന്ത് കാര്യമാണ്? പറ, എന്ത് കാര്യത്തിന്? നിങ്ങൾക്കൊരു വാർത്ത കൊടുക്കണം. CPM-നകത്ത് അസ്വസ്ഥതയാണ്, തെറ്റായ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും കൊടുക്കാതിരുന്നാൽ മതി. അതങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടാവുന്നത് ശരിയല്ല. അദ്ദേഹം വിവാദങ്ങൾക്കുള്ള ഒന്നുമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി വിവാദ പ്രതികരണങ്ങൾക്കില്ല എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ജി സുധാകരൻ നൽകിയിരിക്കുന്നത്. KC വേണുഗോപാൽ അദ്ദേഹത്തെ സന്ദർശിച്ചത് എന്നതാണ് ഇതിലെ രാഷ്ട്രീയ കൗതുകം. എന്തൊരു ആവേശമായിരുന്നു! അമ്പും വില്ലും, AK-47, മലപ്പുറം കത്തി. സുധാകരനെ കൊണ്ടുപോകാനായി KC വേണുഗോപാൽ വന്നിരിക്കുന്നു. ആസം വിടാതെയാണ് മാപ്ര കടന്ന് നിലവിളിച്ചത്. ഇടതുപക്ഷത്തിനെതിരെ വാർത്ത സൃഷ്ടിക്കാനുള്ള വെപ്രാളം കണ്ടില്ലേ? ഇടത് വിരുദ്ധ മനോരോഗം ബാധിച്ച് അങ്ങേ അറ്റേത്തലയിൽ നിൽക്കുന്ന മാപ്രയുടെ ഒരു വെപ്രാളം കണക്കിന് കിട്ടിയല്ലോ ജി സുധാകരൻ സഖാവിൻ്റെ കയ്യിൽ നിന്ന്. ഒന്നുപോലും കളയരുത്. വാങ്ങിച്ച് തലയെ കെട്ടി പൊതിഞ്ഞ് കെട്ടി തലയെ വെച്ചോണ്ട് പൊക്കോണം എല്ലാം.